ഹലോ ഹർക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഏതിപ്പനും ഡോണപ്പനും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. സമയം ഒരു 6:45 7 മണിയോടുകൂടി ആയിട്ടുണ്ട്. ഇന്നത്തെ കുർബാന ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കുർബാനയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു വേർപാടിൻ്റെ വേദന നമ്മുടെ ഉള്ളിൽ ലൈഫ് ലോങ് ഉണ്ടാവും അല്ലേ. അതേപോലെ ഞങ്ങളുടെ ഉള്ളിൽ ആ വേർപാടിൻ്റെ വേദന തുടങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷമായി. ഞങ്ങളുടെ അപ്പാപ്പൻ, അതായത് എൻ്റെ പപ്പയുടെ അപ്പച്ചൻ ഞങ്ങളിൽ നിന്നും വേർപെട്ട് പോയിട്ട് ഇന്നേക്ക് 5 വർഷമായിട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ ആണ്ട് കുർബാനയായിരുന്നു. കുർബാനയും ഒപ്പീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്ലറയിൽ കുടുംബാംഗങ്ങളൊക്കെ കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം, അതേപോലെ എൻ്റെ ആൻറ്റിയുടെ മോളുടെ കല്യാണം, ഞങ്ങളുടെയൊക്കെ കല്യാണം, കൊച്ചുമക്കളുടെ പേരക്കുട്ടികളുടെ കല്യാണം കാണാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പാപ്പൻ. ഇതാണ് എൻ്റെ അപ്പാപ്പൻ. ഇത് സുക്കോളച്ചൻ. സുക്കോളച്ചനെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു പഴയങ്ങാടി ഏരിയയിൽ കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. സുക്കോളച്ചൻ്റെ കൂടെ മിഷണറി പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പാപ്പൻ. സുക്കോളച്ചൻ ഇപ്പോൾ ദേവദാസനായിട്ട് പ്രഖ്യാപിച്ചേക്കാണ്. അപ്പോൾ ഒരു വിശുദ്ധ പദവിയിലേക്ക് നീങ്ങുന്ന ഒരാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പാപ്പൻ. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പൻ ഞങ്ങളുടെ, അതായത് ചാലക്കുടി മാള, അവിടെയാണ് എൻ്റെ വീട്, മാള ഏരിയയിലേക്ക് താമസിക്കാനായിട്ട് വന്നു. അങ്ങനെ അവിടെ ഒരു 15 വർഷം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ 15 വർഷം അടുപ്പിച്ച് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഗീസ് പള്ളിപ്പാട്ടിൻ്റെ മൂത്ത മോൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ തോന്നാറുള്ളത്. ഞാൻ അങ്ങനെയാണ് പറയാറ്. ഇപ്പം എന്നെ എല്ലാവരും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ആരെ മോളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്. എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ആ ഒരു വാക്കുകളാണ് അത്. അപ്പം ഞങ്ങൾ അതേപോലെയാണ് കേട്ടോ കൊണ്ടു നടന്നിരിക്കുന്നത്. ഞങ്ങൾ പിള്ളേരൊക്കെ, ഞങ്ങളൊക്കെ തറവാട്ടിൽ കുറേ വർഷങ്ങളോളം കൂട്ടുകുടുംബത്തിൽ താമസിച്ചിരുന്നതാണ്. അന്നൊക്കെ നല്ല രസമായിരുന്നു. കാരണം പിള്ളേരും ആ ഒരു 90s കിഡ്സിൻ്റെ ആ ഒരു പവർ ശരിക്കും ഒരു പവർ തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ കഥയിലേക്ക് കുറേ പോയല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ പറയാം. അപ്പോൾ ഇതാ ഏതപ്പൻ കോഴിബബയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, ഇതൊരു വ്ളോഗിലൊന്നും തീരില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് വീണ്ടും വരാം. കോഴി എവിടെ ഇതില് ചാത്തൻകോഴി എക്സ്പ്രഷൻ ഇടുന്നു. കോഴി വന്നില്ലേ? റബ്ബവാടി മുട്ട തരാൻ പറയും. താന്നോരാ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് കൂടിയേക്കാണ്. അതായത് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും 6 മക്കളാണ് കേട്ടോ. 6 മക്കളിൽ 4 ആണും 2 പെൺമക്കളുമാണ്. അപ്പോൾ ആൺമക്കളിൽ ഒരാളാണ് അച്ഛനാവാൻ പോയിരിക്കുന്നത്. അച്ഛൻ ഇടയ്ക്ക് വരും, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരാനായിട്ട് അച്ഛന് പറ്റിയില്ല. അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വേളയിൽ. അപ്പോൾ ആ 4 മക്കളിൽ 3 മക്കളുടെ ഭാര്യമാരും അവരുടെ മക്കളുടെ മക്കളും എല്ലാവരും കൂടി ഇന്ന് കൂടിയേക്കാണ്. എനിക്ക് തോന്നുന്നു 2-2.5 വർഷമായി ഞങ്ങളിങ്ങനെ ഒരു കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നല്ല അപ്പവും ചായയും നല്ല അടിപൊളി മുട്ടക്കറിയൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കൂടാനായിട്ട്, അതായത് എൻ്റെ കല്യാണം ഈ ഇരിക്കുന്ന ബ്ലെസ്സിയുടെ കല്യാണം കൂടാനായിട്ട് അപ്പാപ്പന് ഭാഗ്യമുണ്ട്. മീൻസ് അപ്പാപ്പന് കഴിഞ്ഞില്ല. എന്നാലും അപ്പാപ്പൻ സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെയൊക്കെ ഇത് സന്തോഷം കാണുന്നുണ്ട്, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതൊക്കെ അപ്പാപ്പൻ കാണുന്നുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. സത്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു പഴയ കാലം തിരിച്ചു കിട്ടിയൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരാൾ കിടന്നോ കോട്ടുവായി ഇടുന്നുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റതിൻ്റെ ആ ഒരു അഭ്യാസമാണ് ഈ കാണിക്കുന്നത്. എന്തൊരു കോട്ടുവായെന്നറിയോ. എന്നാൽ ഉറങ്ങുമോ? അതുമില്ല. എത്ര ഉറക്കം വന്നാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങളുടെ ഡോണപ്പൻ.
അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ കാരണവന്മാരുടെ ഒരു കൂട്ടമാണ് കേട്ടോ ഇത്. അവർ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടമാണ് ഇതാ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് 90s കിഡ്സിൻ്റെ കൂട്ടം. ഇതിൽ വന്നു കയറി, അതായത് മരുമക്കളും ഉണ്ട്, മക്കളും ഉണ്ട്, മക്കളുടെ മക്കളും ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഏരിയ ആണ്. ഇങ്ങനെ കൂടിയിരുന്നിട്ടും ഞങ്ങൾ കുറേ നാളുകളായിട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടിയിരുന്ന് കഴിഞ്ഞപ്പോൾ പലരെയും മിസ് ചെയ്യുന്നുണ്ട്. 3 പിള്ളേർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം ഇല്ല. അവരെ ഞങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ കിടക്കുന്നതല്ലേ, ഇതാണ് ഞങ്ങളുടെ പുതിയ അതിഥി ഞങ്ങളുടെ കുഞ്ഞുമണിയാണ് കേട്ടോ. അപ്പോൾ 2 ചേട്ടന്മാർക്കുള്ള ഒരു കുഞ്ഞി പെങ്ങളാണ്. ചേട്ടന്മാരെ അടുത്ത് എന്തായാലും ഞാൻ ഇരുത്തിയിട്ടില്ല, കാരണം ചേട്ടന്മാരിങ്ങനെ കിരീരി കാണിച്ച് എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. കാരണം ഏതപ്പനും ഡോണപ്പനും നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ ഫ്രഷ് ആക്കിയിട്ട് കുറച്ച് നേരം കിടത്തി ഉറക്കിയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഫ്രഷായി. അപ്പോഴത്തേക്കും ഏതപ്പനൊക്കെ എണീറ്റു, ഡോണപ്പനും എണീറ്റു. ഞങ്ങളും ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊക്കെ ഇങ്ങനെ തല കെട്ടണത് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി തലയൊക്കെ കെട്ടില്ലേ, മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, അതൊക്കെ കണ്ടിട്ട് ആശാൻ എന്താ തലയൊക്കെ ചെയ്യണേണ്ടോ കാണുന്നത്. പക്ഷേ റിമോട്ട് കൊണ്ടാണെന്ന് മാത്രം. അവനുള്ള ചീർപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആശാൻ അതൊന്നും വേണ്ട, എവിടേക്കോ കൊണ്ട് കളഞ്ഞേക്കാണ്. അപ്പോൾ നമ്മുടെ ഡോണപ്പിന് റെഡിയായി. 2 പേരെയും ഞാൻ സെയിം റെഡ് ആണ് കേട്ടോ ഇടിയിച്ചിരിക്കുന്നത്. എനിക്ക് അവരെ ട്വിൻസ് പോലെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെ കൊണ്ടുനടക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ. പപ്പേനെ വിളിച്ചു. പപ്പ തറവാട്ടിലായിരുന്നു, ഞങ്ങളിവിടെ ആക്കിയിട്ട് പപ്പ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പേനെ വിളിച്ചു. അങ്ങനെ പപ്പ വന്നു. ഞങ്ങൾ തിരിച്ച് വീണ്ടും തറവാട്ടിലേക്ക് പോയി. തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓൾറെഡി അവിടെ ഫസ്റ്റ് ട്രിപ്പ് ഫുഡ് അടിക്ക് വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി റൈസ് ഉണ്ട്, പിന്നെ ചോറ്, പിന്നെ നല്ല നാടൻ കോഴിക്കറി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോർക്ക്, പിന്നെ ബീഫ്, പിന്നെ മീൻകറി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ആ നിപ്പും ഭാവമൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ വരാൻ ഇച്ചിരി വൈകിയ കാരണം എനിക്ക് ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഫുഡ് അടിക്കാൻ പറ്റിയില്ല. കാരണവന്മാരുടെ കൂടെ ഇരുന്നാണ് ഞാൻ ഫുഡ് അടിച്ചത്. എന്നാലും അടിപൊളിയായിരുന്നു. കാരണവന്മാരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒരു ഇത് വേണമല്ലോ. അങ്ങനെ എൻ്റെ ഫുഡ് അടിയുടെ ഊഴം വന്നു. എല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ പിരിയുന്നത്. ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ പിരിയാൻ പോവുകയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ആൻറ്റി ഉണ്ടായിരുന്നു. അവർ നേരത്തെ അങ്ങ് പോവുകയാണ്. അവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളും വണ്ടിയിൽ കയറി യാത്ര പറയാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത് കാരണമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അപ്പാപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് ഇഷ്ടമല്ല, എപ്പോഴും ജിൽജില്ലായിട്ടിരിക്കണം. അത് കാരണം എല്ലാവർക്കും ജിൽജില്ലായിട്ട് ബൈ.